നടക്കണേ? അല്ലടി എൻ്റെ അന്തം ഫുള്ള് അടിച്ചു പോയോ? എന്നെ പെണ്ണാണാൻ വന്നേ? ഞങ്ങൾക്കിതൊന്നും ഓർമ്മയില്ലേ? അല്ല അതെനിക്ക് മനസ്സിലായി. ഇല്ല എനിക്കിങ്ങനെ ഓനറിയാം. ഓനെന്നല്ല, അഭിജിത്ത്. ആ അഭിജിത്ത്. അഭിജിത്തിനെ എങ്ങനെ എനിക്കറിയാം? അഭിജിത്ത് എന്ന് വേണ്ട, അഭി എന്ന് വിളിച്ചോ. ഒന്ന് നിർത്തണ്ടോ ഈ? കുറേ നേരമായി അഭിജിത്ത് അഭി എന്തേലും ആയിക്കോട്ടെ. എന്നെ കെട്ടാൻ പോണ ചെക്കൻ എനിക്കെങ്ങനെ ഓനെ അറിയാം? അതില്ലേ മതി. എനിക്കെങ്ങനെ അഭിനെ അറിയാമെന്നല്ലേ? അതൊക്കെ ഒരു വലിയ കഥയാണ്. ആ വലിയ കഥ ചുരുക്കി പറഞ്ഞു തന്നാൽ മതി. അതൊന്നും പറയാൻ പറ്റൂല, അത് സർപ്രൈസാ. ആ സർപ്രൈസ് ഒക്കെ എൻ്റെ ചെക്കനെ കൊടുത്താൽ മതി. ആ കഥ ഒന്ന് മോള് പറഞ്ഞ. തനു പ്ലീസ് എടി, എനിക്ക് ആ സ്റ്റോറി ഒന്ന് പറഞ്ഞുണ്ടാ. ആ മതി മതി മതി, ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതാരോടും പറയരുത്. ഞാൻ ആരോടും പറയില്ല. ഈ എന്നാ കഥ ഒന്ന് വേഗം പറഞ്ഞാൽ അങ്ങനെ ലേഖ എടുപ്പിക്കാതെ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടേനിയോ? എന്തായാലും കഥ വിളിച്ച്. ഈ കഥയൊക്കെ ഓനറിയുമ്പോഴൊരവസ്ഥയെ. എന്തവസ്ഥ? മധു ഈ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലായില്ല. അതിൻ്റെ പൊന്നാര തനു, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഓനെ ഇങ്ങനെ ഒന്ന് നോക്കണോ അറിഞ്ഞില്ലല്ലോ, അത് അറിയുമ്പോഴുള്ള അവസ്ഥ ഉദ്ദേശിച്ച് പറഞ്ഞതാ, അത് വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അങ്ങനെ. എന്നാ ഓക്കെ തനു, ഞാൻ പോവാണേ. മധു ഈ ഉടുക്കുവാ തിരക്കിട്ടിട്ട്? അതിൻ്റെ മോളെ ഒന്നും പറയണ്ട. ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, വന്നിട്ട് ഞാൻ അതിനെ വെച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് മീറ്റിംഗ്? എനിക്ക് എന്ത് മീറ്റിംഗാണല്ലേ? അതൊന്നും പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. ഇവിടെ ഞാനിങ്ങനെ സംസാരിച്ചെന്നാലേ എൻ്റെ 1 മാസത്തെ ശമ്പളമാണ് പോണേ. അതുകൊണ്ട് ഞാൻ പോവാണേ. ബൈ. അമ്മ എടുത്തൂടെ? താര റൂമിലുണ്ടല്ലോ, അവിടെ പോയി നോക്കിയാ. താരേച്ചി, എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? അഭി നീ ആദ്യം എന്താ എനിക്ക് ചെയ്തേണ്ടേ പറയും, എന്നിട്ട് നമുക്ക് ആലോചിച്ച് ചെയ്ത് തന്നെ വേണ്ടേന്ന്. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല, ഒരു ചെറിയ കാര്യമാണ്. ചെയ്തിരുന്നു പറഞ്ഞാൽ മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ. എന്നാൽ ഞാൻ ചെയ്തുതരാം. കാര്യം പറയേ. അത് വേറൊന്നുമല്ല, തനക്ക് ഇതിന് മുന്നേ എന്നെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കാര്യം എന്തായാലും അമ്മക്ക് അറിയുന്നുള്ള കാര്യം ഉറപ്പാണ്. ഒന്ന് ചേച്ചി ചോദിക്കണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ പൊന്നാര അഭി, ഇക്കാര്യം നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല മോനെ. ഞാൻ 3 നേരം അമ്മേൻ്റെ മൂത്ത് നടന്ന് ചോദിക്കും, എന്നിട്ട് എനിക്ക് ഇതുവരെ പറഞ്ഞു തന്നില്ല. താരേച്ചി മുത്തല്ലേ, പൊന്നാട് താരേച്ചി, ഒന്ന് പോയി ചോദിച്ചു നോക്കാം അമ്മനോട്. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഈ ഒരു വട്ടം കൂടി ചോദിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഒന്നും കൂടി ചോദിച്ചു നോക്കാം. പറഞ്ഞു തന്നില്ലേ പിന്നെ ചോദിക്കാം കേട്ടോ. ഓക്കെ, അമ്മ പിന്നെ പറഞ്ഞില്ലേ വേണ്ട, നമുക്ക് ആ ടോപ്പിക്ക് തന്നെ വിടാം. അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ? എനിക്കിപ്പോൾ ഒരു ഹെൽപ്പും വേണ്ട. താരമോളിപ്പോൾ അവിടെ പോയി ഇരുന്നോ? അമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ പറഞ്ഞു തരുമോ? പറഞ്ഞുതരാമല്ലോ, ചോദിക്ക്. എന്താണെന്നറിയോ, താനൂക്കുണ്ടല്ലോ അതിനെങ്ങനെ അറിയാമെന്ന് വെച്ചിട്ട് ആ സ്റ്റോറി ഇല്ലേ, അതൊന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ അതാണ് ഈ പടുക്കളേക്ക് വരാനുള്ള കാരണമല്ലേ? ആ സ്റ്റോറി അറിയാൻ വേണ്ടി തന്നെ അപ്പോൾ അഭി ഇങ്ങോട്ട് വിട്ടതല്ലേ? അഭി ഈ വാളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ കണ്ടണ്. കഥ അറിയാൻ എന്തൊരു ആത്മാർത്ഥത. ഈ ആത്മാർത്ഥതൊക്കെ അഭിജി പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ എന്നേ വല്ല IAS ആയി കുത്തിരുന്നേ. കഥ എന്തായാലും ഞാൻ പറഞ്ഞില്ല, അത് താനോട് തന്നെ ചോദിച്ചാൽ മതി. ഇത്ര തിരക്കാൻ പറ്റില്ല കേട്ടോ. ആ സ്റ്റോറി ചോദിക്കാൻ വേണ്ടി നിങ്ങളെ 2 ആൾ ഈ അടുക്കളൻ്റെ പരിസരത്ത് കണ്ടുപോയത് മനസ്സിലാകും. എനിക്ക് പഠിക്കുന്നതിൽ ആത്മാർത്ഥ കുറവൊന്നുമില്ല കേട്ടോ, ഞാൻ നല്ലോണം പഠിച്ചു വീണേ. നിങ്ങൾ വെറുതെ പറയാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ, 2 ആളും ഇപ്പോൾ അടുക്കളയിൽ നിന്ന് പോയി തന്നാൽ മതി. എനിക്ക് ഇവിടെ കുറേ പണിയുണ്ട്. അപ്പം അങ്ങനെ ആയില്ലേ? എന്താണെന്നറിയോ, മൂജിബോ വിഷയം മാറ്റിയല്ലേ? അഭി മതി, വാ പോരെ. അഭി ഇനി ആ സ്റ്റോറി ആണെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്താ വേഗം പറയ്. അത് നടക്കുമെന്നറിയില്ല. താരേച്ചൊന്ന് പറയ്, പറഞ്ഞിട്ട് നോക്കാലോ നടക്കൂലേന്ന്. അത് വേറൊന്നുമല്ല, ആദ്യേട്ടൻ വരണം. ആദ്യേട്ടൻ ചോദിച്ചാൽ എന്തായാലും അമ്മ പറഞ്ഞുതരും. ഏട്ടൻ വരുന്നുണ്ടോ? എന്നാ വരുന്നേ? എനിക്കറിയില്ല ഏട്ടൻ എന്നാ വരാമെന്നു. ഏട്ടൻ എന്നാ വരുന്നതെന്നൊന്നും അറിയില്ല. ഏട്ടൻ ഇപ്പോഴത്ത് വരാൻ സാധ്യത ഉണ്ടല്ലോ, അപ്പം ചോദിക്കാനാ പറഞ്ഞത്. എൻ്റെ താരേച്ചി വെറുതെ കൊതിപ്പിച്ച്. നീ എപ്പോഴും വിളിച്ചാൽ സൊള്ളേന് പകരം എന്നാ വരികയെന്നെങ്കിലും ചോദിച്ചുകൂടേനിയോ? ആരാ വിളിക്കണേ? ആദ്യമായിട്ടാണ്, ഞാൻ ഫോൺ വിളിച്ചിട്ട് വരാം കേട്ടോ.
താരേച്ചി ചോദിച്ചു. എന്ത് ചോദിച്ചോന്ന്? ഏട്ടത്തി മറന്നുപോയോ? ഏട്ടൻ എന്നാ വരുന്നതെന്ന് ചോദിച്ചോന്ന് ഞാൻ ചോദിച്ചേ. അബി, ഞാനൊരു സത്യം പറയട്ടെ, ഇതല്ലേരുത്. ഇല്ല, താരേച്ചി പറ. അതുണ്ടല്ലോ അബി, ഞാനേ ഏട്ടനോട് ചോദിക്കാൻ മറന്നുപോയി. ഓ, ഈ 1 മണിക്കൂർ പിന്നെ നിങ്ങൾ എന്താ ഇത്ര കാര്യമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നേ? ഈ കാര്യമില്ലാതെ പിന്നെ എന്തിൻ്റെ ഒക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ? 1 മണിക്കൂർ ഇരുന്ന് കാര്യമായിട്ട് ചൊല്ലാണ്ടിനല്ലോ. എന്താ ഇപ്പം ഇത്ര കാര്യമായിട്ട് പറഞ്ഞേ? അതിപ്പം വേറെ എന്തൊക്കെ ചോദിക്കാനുണ്ട്? ഇപ്പം അത് ചോദിക്കാനുള്ളൂ. അത് വിട്ടാടാ, നമുക്ക് പിന്നെ ചോദിക്കാം കേട്ടോ. ഇനി വിളിക്കുമ്പോൾ ചോദിക്കാം. എന്നിട്ട് ഇനി വിളിക്കുമ്പോഴും ഇതുപോലെ മറന്നിങ്ങനെ വന്നോണ്ടി. എന്നിട്ട് പറയാ, അബി ഞാൻ ചോദിക്കാൻ മറന്നുപോയി കേട്ടോ. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ഗ്യാപ്പ് കിട്ടിയ കിടന്ന് സൊല്ലണ പണിയാ. ഇത്ര നേരം പിന്നെ നിങ്ങൾ എന്താണോ എത്ര നേരം കിടന്ന് സൊല്ലണേന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ.